ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്നൊരു യാത്ര പോകാനുള്ള തിടുക്കത്തിലാട്ടോ. അപ്പം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് പോകണമല്ലോ, പാവല്ലേ. എന്തായാലും 3-4 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ധൃതി വെച്ച് എല്ലാവർക്കും വെള്ളം കൊടുക്കാന്ന് ഓർത്തത്. അടിച്ചിട്ടും അങ്ങ് തീരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതിന് മാത്രം ചെടികളുണ്ടായിരുന്നു എൻ്റെ പെരയ്ക്കകത്തുനിന്ന്. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മറക്കുന്നത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതുപോലെ തന്നെ 2-3 മറന്നിട്ടാട്ടോ പോയത്. അവിടെ ചെന്നപ്പോഴാണ് അതെന്തൊക്കെയാന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഉണ്ണിയുടെ അച്ഛനും അമ്മയും നേരത്തെ കുഞ്ഞായിട്ട് താഴോട്ടിറങ്ങി കേട്ടോ. ഇനി ഞങ്ങളെ ഇറങ്ങാനുള്ളൂ. എല്ലാം നോക്കിയും കണ്ടു വേണമല്ലോ ഇറങ്ങാനായിട്ട്. പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നത്ര ദൂരത്തോട്ടല്ല ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയിട്ട് പോകാൻ പറ്റും. ഞങ്ങൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് എവിടെ പോവാന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്ന് കോഴിക്കോട് പോവാട്ടോ. ഉണ്ണിയുടെ പെങ്ങടെ വീട്ടിലേക്ക്, എൻ്റെ നാത്തൂൻ്റെ അടുത്തേക്ക്. അവിടെ മോൻ്റെ പിറന്നാളാട്ടോ. അപ്പം അത് കൂടാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഉണ്ണിയേട്ടൻ്റെ അച്ഛനും അമ്മയും ട്രെയിനാണ് വരുന്നത്. ഞങ്ങളാണെങ്കിൽ സ്ലീപ്പർ ബസ്സിനുമാണ് കേട്ടോ വരുന്നത്. കുഞ്ഞിനെ കൊണ്ട് ട്രെയിന് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം AC കമ്പാർട്ട്മെൻ്റ് എല്ലാം ബുക്കിഡായിരുന്നു, അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഫീഡിങ് ആയതുകൊണ്ട് അവനെക്കൊണ്ട് അല്ലാതെ നോർമൽ സ്ലീപ്പറിൽ പോകുന്ന ഇച്ചിരി പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാൻ നിർത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സും കാത്തിരിക്കുക കേട്ടോ. ബസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ നിർത്തും. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കിച്ചുണ്ടെ കൊണ്ട് സ്ലീപ്പറിന് പോണത്. എന്താവുന്ന ഒരു പിടുത്തമില്ല. മമ്മിക്കാണെങ്കിൽ ബസ് ഒട്ടും പറ്റൂല, വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ 2 പോകാൻ നിർത്തുന്നത്. എന്തായാലും അവിടെ ചെല്ലുന്ന ടൈം സെയിം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു ചായ കുടിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ബസ്സിലോട്ട് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചൂടിനായിട്ടുള്ള ഫസ്റ്റ് ബസ് യാത്ര ഇവിടെ തുടങ്ങിയാണ്. എന്താകുമോ എന്തോ ഒരു പിടുത്തമില്ല. കിച്ചൂടിനാക്കി ആകെ വണ്ടറടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെന്താണ് സംഭവം, ഇവിടെ പോവുകയാണെന്നുള്ള ആ ഒരു ഇതിൽ. കിച്ചൂടിന് ഇതൊക്കെ കണ്ടിട്ട് ആകെ അങ്ങ് വെപ്രാളാണ് കേട്ടോ. ഇന്നിനും ഉറങ്ങോ എന്തോ, നമുക്ക് നോക്കാമല്ലേ. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ കിച്ചൂട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്തിലൊക്കെ ഞാൻ പണിയും എന്തൊക്കെ ഞാൻ എടുക്കും എന്നുള്ള രീതിയിലായിരുന്നു ആശാൻ. നേരെ പോയ സ്വിച്ച് ബോർഡിൻ്റെ അങ്ങോട്ടാണ്. ആൾക്ക് സ്വിച്ച് ബോർഡ് പണ്ടേ ഒരു വീക്ക്നെസ് ആണ്. വീട്ടിൽ എത്തുന്ന ഒരു സ്വിച്ച് ബോർഡും വെറുതെ വിടാറില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം അടച്ചു വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം. നമ്മൾ അപ്പറായിരുന്നു ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് പാടായിരുന്നു. താഴെ ഡബിൾ സീറ്റ് ഇല്ലായിരുന്നു കേട്ടോ ബുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് മുകളിൽ ബുക്ക് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കയറി. ഇനി അടുത്തത് ഉണ്ണിയേട്ടൻ്റെ കൂടാണ് കേട്ടോ. ആശാൻ അപ്പോഴത്തേക്ക് തുടങ്ങി സ്വിച്ച് ബോർഡിൽ പണി. അങ്ങനെ ഒരു തരത്തിൽ ഉണ്ണിയേട്ടനും കയറി പറ്റിട്ടോ. കിച്ചൂടിനാണെങ്കിൽ എല്ലാം കൂടെ കണ്ടിട്ട് വണ്ടടിച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ കയ്യിൽ അടങ്ങിയിരിക്കൂല. അതിൽ പിടിക്കാൻ പോണോ ഇതിൽ പിടിക്കാൻ പോണോ. ഞാനും ഉണ്ണിയേട്ടനും മാറി മാറി കിച്ചൂടിനെ ഇട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ബസ്സും കൂടെ എടുത്തു കഴിഞ്ഞപ്പം ബസ്സും കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. കിച്ചൂടിനാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല. ആകെപ്പാടെ ഞങ്ങളുടെ ഊപ്പാട് വന്നെന്ന് പറയാം. ചായ കുടിച്ചോണ്ടാണ് ബസ് എടുക്കാൻ താമസിച്ചത്. കൊച്ചു മുതലാളി ചായ കുടിച്ചിട്ട് വന്നിട്ട് ബസ് എടുക്കാൻ പറഞ്ഞ അവര് നിന്നെ വെയിറ്റ് ചെയ്തു. മോനെ നിന്റെ വീട്ടിലെ കട്ടിലല്ല, അവിടെയാണെങ്കിൽ വിശാലമായിട്ട് വരുന്ന രീതിയിലാണ്. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴേ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം കൺഫ്യൂഷൻ.
ഒരു ദിവസത്തെ പണിയുണ്ട്. ഇതൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കണ്ടേ? ഏതാണ്ട് AC അടിച്ച് പൊട്ടിക്കും മക്കള്. അച്ഛൻ്റെ പൈസ ഒന്നും ഇല്ല കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി കുറേ മണിക്കൂർ ഇതിൻ്റെ അകത്ത് വേണം ചെലവഴിക്കാനായിട്ട്. കിച്ചുവിന് എന്തായാലും ഹാപ്പിയാണ്. ആൾക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കാഴ്ചയെ കണ്ട് ഇങ്ങനെ ഇരുന്നോളൂ. ഇനി എപ്പോൾ ഉറങ്ങുമെന്ന് മാത്രം ഒരു പിടുത്തവും ഇല്ല. ഉറങ്ങിയാൽ മാത്രമേ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ പറ്റൂ. അങ്ങനെ കിച്ചുവിന്റെ വികൃതികളും കുസൃതികളും എല്ലാം അവിടെ തുറന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ ആയപ്പോഴത്തേക്ക് കാർട്ടൂൺ കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഗൈസ്. എന്ത് ചെയ്യാൻ, പേരൻസിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. ഇതുങ്ങൾ കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ നമ്മൾ കൊടുത്തു പോകും. അവന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ആണ് കേട്ടോ ഇത്. ഇത് കണ്ടപ്പോൾ ആള് ഫ്ലാറ്റായി. ഇനി കുറച്ചു നേരം ശാന്തനായിട്ട് അവിടെ കിടന്നോളും. എന്നാലും ഒരുപാട് നേരം കിടക്കുന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. എപ്പം വേണേലും ആൾ ഉയർത്തെണീറ്റ് വരും. കുറച്ചു നേരം കിടക്കട്ടെ അല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചു നേരം കാർട്ടൂണൊക്കെ കണ്ടപ്പോൾ വീണ്ടും ദാണ്ട് ഫുൾ എനർജിയിൽ ആള് തിരിച്ചു വന്നിരിക്കുന്നു. അടുത്ത കുരുത്തക്കേട് എന്താന്നുള്ളത് നോക്കുക കേട്ടോ ആള്. എന്തായാലും ആശ നല്ല കുരുത്തക്കേടായിരുന്നു. ബസ്സിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു 2-3 മണിക്കൂർ ഞങ്ങളെ ഊപ്പാട് വരുത്തിയ ശേഷമാണ് ആശാനൊന്ന് ഫ്ലാറ്റ് ആയത്. നീ അപ്പയത്ത് പോവാണ്. അപ്പയത്ത് കിച്ചുവിന്റെ ഫസ്റ്റ് ടൈം യാത്ര. നേരത്തെ കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു നല്ല വിശപ്പ്. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് വെറുതെ കളയണ്ടല്ലോ, അതുകൊണ്ട് കഴിക്കാൻ ഓർത്ത് അതൊക്കെ ഞാനിങ്ങ് കാര്യമായിട്ടിരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ കിച്ചൂട്ടൻ കുറേ നേരത്തെ കുസൃതിയും ബഹളവും എല്ലാം കഴിഞ്ഞത് തളർന്ന് കിടക്കുകയാണ് കേട്ടോ. പാവം, കുറേ നേരമായില്ലേ ഇതുപോലെ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും. അതുമല്ല ബസ് നല്ലപോലെ ഷെയ്ക്ക് ആകുന്നതുകൊണ്ട് ആളും നല്ലപോലെ മടുത്ത് കേട്ടോ. പാവം. അങ്ങനെ നമ്മുടെ കിച്ചുവിൻ്റെ പപ്പായി നല്ല ഉറക്കത്തിലാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, യാത്ര ചെയ്യുമ്പോൾ തീരെ ഉറങ്ങാൻ പറ്റൂല. അതിപ്പോൾ എങ്ങനെയൊക്കെ കിടന്നാലും അതെ, തീരെ ഉറങ്ങാൻ പറ്റൂല. അങ്ങനെ ഇതാ നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ. ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ബസ് ദേ നമ്മളെ വഴിയിൽ ചവിട്ടി ഇറക്കി വിട്ടിട്ട് ബസ് അതാ പോയി. എന്തായാലും കറക്റ്റ് പറഞ്ഞ ടൈമിൽ തന്നെ നമ്മുടെ ബസ്സുകാർ നമ്മളെ കോഴിക്കോട് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു യാത്ര സമ്മാനിച്ച ബസ്സുകാർക്ക് നന്ദി. ഇതാ നമ്മുടെ അളിയൻ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകാൻ. അങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്നതാ ഞങ്ങളുടെ പിറന്നാൾ പോയിനെ കാണാനുള്ള യാത്ര ഇവിടെ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം നമ്മളിതാ വീട്ടിലെത്തി. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ ആദ്യക്കുട്ടൻ്റെ പിറന്നാളാണ്. ഇതാണ് ഞങ്ങളുടെ പിറന്നാൾ ബോയ്. കിച്ചൂടെ എന്താണ് വന്ന പാടെ ചേട്ടന് കളിപ്പാട്ടൊക്കെ എടുത്ത് കളി തുടങ്ങി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പം അടുത്ത വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദിയുണ്ട് കേട്ടോ. ലവ് യു ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.